സേമിയ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊരു സേമിയ പുലാവ് ഉണ്ടാക്കിയാലോ. പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ ഒരു സേമിയം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇത് 2 വട്ടം വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മാറ്റി വെച്ചത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതൊന്ന് കുത്തി വറുത്തെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ നമുക്ക് വയറ് ഫുള്ളാവുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഈ സേമിയ എഗ് പുലാവ് എന്ന് പറയുന്നത്. ഈ എഗ്ഗൊക്കെ ഞാൻ കുത്തി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ പാൻ ചൂടാക്കി അതിലേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. കോൺ, ബീൻസ് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഞാൻ പച്ച പട്ടാണി ഉപ്പിട്ട് വേവിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇതിൽ വേണമെങ്കിൽ ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഞാൻ ഫുൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സേമിയം ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ച് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി നമ്മൾ മുട്ട ചിക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈമായി. ഉപ്പ് നിങ്ങൾ പാകാനുസരണം നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട ചിക്കിയതും കൂടെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഫൈനലി ഗൈസ് അതും കൂടെ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, നമ്മളെ മല്ലിച്ചപ്പ്, കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേമിയ എഗ് പുലാവ് സെറ്റായിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ പച്ചക്കറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് നമുക്ക് കഴിക്കാം. സൂപ്പറല്ലേ? എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കോ. സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.